വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ചിലർ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള മുസ്ലിം പ്രീണന രാഷ്ട്രീയം ഇടതുപക്ഷവും കോൺഗ്രസും അവസാനിപ്പിക്കണം. മദ്രസ സമയം ക്രമീകരിച്ച നാട്ടിലാണ് സ്കൂൾ സമയം കൂട്ടുന്നതിനെതിരായ പ്രതിഷേധം ഉയരുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്നും ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് എങ്ങനെ ചാടി എന്നുള്ള കാര്യത്തിൽ CPM അടക്കം മറുപടി പറയണം. CPM ക്രിമിനലുകളാണ് അവിടം ഭരിക്കുന്നത്. ജയിലിന്റെ നിയന്ത്രണം പോലീസിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നും അബ്ദുള്ളക്കുട്ടി ജനം TVയോട് പ്രതികരിച്ചു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാ വിഷയത്തിലും കേരളത്തിലെടുക്കുന്ന വിഷയം മുസ്ലിം പ്രീണനമാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് തന്നെ ഒരു അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു അമിത ലാളനയും അമിത പ്രേമവുമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരും കാണിക്കുന്നത്. മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു ചരടിൽ കോർത്ത പൂക്കളെ പോലെ ഒന്നിച്ചു പോകണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയതമായും അതുപോലെ തന്നെ ജാതീയമായ വികാരങ്ങൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവിടുത്തെ CPM ക്രിമിനലുകളാണ്. ഗോവിന്ദചാമിയുടെ എന്ന കൊടും ക്രിമിനലിൻ്റെ ജയിൽ ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൻ്റെ ജയിലുകൾ ജയിൽ വാർഡർമാരിൽ നിന്ന് മാറ്റി പോലീസിനെ ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.